ഹരി ഓം. ഏവർക്കും വൃന്ദാവനത്തിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഞാൻ AS ദേവനന്ദു. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ശനി വക്രഫലമാണ്. ഇപ്പൊ മേടം മുതൽ മീനം വരെയുള്ള ഓരോ രാശിക്കാരുടെ ഫലങ്ങളാണ് നോക്കുക. ഇപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് ഓരോ രാശിക്കാരായാലും ഓരോ ലഗ്നക്കാരും അറിഞ്ഞിരിക്കേണ്ടത് അതാണ് പറയുന്നത് കേട്ടോ. ഇപ്പൊ വീഡിയോയുടെ അവസാനം വരെ ഒരു വീഡിയോയെങ്കിലും കാണാൻ ശ്രദ്ധിക്കുക. നമ്മുടെ ഒരു പുതിയ ബാച്ചിനെ കുറിച്ചും വീഡിയോയുടെ അവസാനം പറയുന്നതായിരിക്കും കേട്ടോ. അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാം. തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കൺ അമർത്തുക. അപ്പൊ നമ്മൾ ഇടുന്ന വീഡിയോസ് അപ്പൊ തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പൊ നമുക്ക് അധികം താമസിക്കില്ല, വീഡിയോയിലേക്ക് കിടക്കാം. വൃശ്ചിക രാശി അല്ലെ, വിശാഖാരണിരം തൃക്കേട്ടടങ്ങുന്ന രണ്ടകാല നക്ഷത്രമാണ് വൃശ്ചിക രാശി എന്ന് പറയാം. നമുക്ക് വൃശ്ചിക രാശിക്കാർക്ക് മാത്രമല്ല വൃശ്ചിക രത്നക്കാർക്കും ഈ ഒരു ഫലം അനുയോജ്യമാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഈ ഒരു ടൈം, ഈ ശനി വക്രത്തിൽ വരുന്ന ഈ ഒരു കാലം എങ്ങനെയുണ്ട്? നമുക്ക് എന്നാണ് ശനി വക്രത്തിൽ വരുന്നത്? ജൂലൈ 13 മുതലാണ് ഈ ഒരു ഫലം ആരംഭം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ വക്രത്തിൽ വരുമ്പോൾ നമുക്ക് എന്ത് പ്രയോജനമാണ് ഉണ്ടാകുക, അല്ലെങ്കിൽ എന്ത് കാര്യമാണ് നടക്കുന്നത്, എന്തെങ്കിലും പേടിക്കേണ്ടതുണ്ടോ? ഇപ്പം നമുക്ക് ശനി എന്ന് പറയുമ്പോൾ 5-ലാണ് നിൽക്കുക അല്ലേ. വൃശ്ചിക രാശിക്ക് 5-ലാണ് ശനി നിൽക്കുക എന്ന് പറയാം. തന്നാലും അർദ്ധാഷ്ടമ ശനിയായിരുന്നു, അത് മാറി എന്താണ് 5-ലേക്ക് മാറി. അപ്പം പൂർണ്ണമായിട്ട് ഗുണം കിട്ടിയോ? ഇല്ല, പൂർണ്ണ ഗുണമൊന്നുമില്ല. നമുക്കൊരു ആവറേജ് ആയിട്ട് പറയാം. 5-ാം സ്ഥാനമായതുകൊണ്ട് ത്രികോണ സ്ഥാനമാണ്. ത്രികോണം ആയതുകൊണ്ട് തന്നെ നമുക്കൊരു പോസിറ്റീവ് ആയിട്ടുള്ള ആക്ടിവേഷനൊക്കെ നടക്കും. വ്യാഴത്തിൻ്റെ ക്ഷേത്രമാണ്. ഓക്കെ, എല്ലാം സെറ്റാണ്. വ്യാഴം എന്ന് പറയുന്നത് നമുക്ക് 8 നിൽക്കുകയാണ്. അതുപോലെ തന്നെ നമുക്ക് എന്താണ് 2 ദൃഷ്ടിയും വരുന്നുണ്ട്. 2ലേക്ക് ദൃഷ്ടി വരുമ്പോൾ നമുക്ക് സാമ്പത്തികമായിട്ട് വരുമുണ്ടായാൽ പോലും നമ്മുടെ കയ്യിൽ പൈസ നിൽക്കാത്തൊരവസ്ഥ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് ഈ ടൈം എന്ന് പറയുന്നത്. ഓക്കെ, ഈ വ്യാഴം 2ലേക്ക് ദൃഷ്ടി ചെയ്താലും നമുക്ക് എന്താണ് സാമ്പത്തികമായ ഒരു കയ്യിൽ പൈസ നിൽക്കാത്തൊരവസ്ഥയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു വക്രശനിയിൽ എന്താണ് ചെയ്യുക? നമുക്കപ്പം ശനി മീനത്തിൽ നിന്ന് കുംഭത്തിലേക്ക് വരികയാണോ എന്ന് ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ അങ്ങനത്തെ ഡൗട്ട് വരാൻ സാധ്യത കൂടുതലാണ്. നമുക്ക് ശനി മീനത്തിൽ തന്നെയാണ് നിൽക്കുക, കുംഭത്തിലേക്ക് വരുന്നില്ല. അതായത് അർദ്ധാശ്രമ ശനിയിലേക്ക് പോകുന്നില്ല, 5 തന്നെയാണ് നിൽക്കുന്നത്. ഇപ്പോൾ ശനി ഇപ്പോൾ നേരെ റൂട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്ന് എന്താണ് ഒന്ന് തിരിഞ്ഞെന്ത് ചെയ്തോ? അവിടെ നമുക്ക് ഈ ഒരു ടൈമിൽ നമ്മൾ കുറേ കാര്യങ്ങൾക്ക് കുറേ ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നായിരിക്കും. നമ്മുടെ സ്വപ്നങ്ങളൊക്കെ ഒരു പരിധി വരെയെങ്കിലും നമുക്ക് പൂർത്തീകരിക്കാൻ പറ്റുകയും അല്ലെങ്കിൽ അതിനുള്ള വരിയൊക്കെ കിട്ടുന്നൊരു ടൈമാണ് ഈ ശനി വക്രകാലം എന്ന് പറയുമ്പോൾ. നമ്മുടെ സ്വപ്നങ്ങളെ യഥാർത്ഥമാക്കാനുള്ള വരികളൊക്കെ തെളിഞ്ഞു കിട്ടുന്ന സമയമാണ് ഇതെന്ന് പറയുന്നത്. ശനി നോക്കി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം, ശനി എന്ന് പറയുന്നത് നമുക്കിവിടെ 3-4 ഭാവാധിപനാണ് അല്ലേ. ഇപ്പോൾ 3-4 ഭാവാധിപനാണ്, 5-ലാണ് നിൽക്കുക, 5-ലാണ് ഇപ്പോൾ വക്കത്തിൽ വന്നേക്കണം അല്ലേ. ഈ ഒരു സിറ്റുവേഷൻ നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ നമ്മുടെ ഇളയ സഹോദരികളൊക്കെ അവർക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന ടൈമാണ് ഇതെന്ന് പറയുന്നത്. അതുപോലെ നിങ്ങൾക്കിടയിൽ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതൊക്കെ സോൾവ് ആകുന്ന ടൈമാണ്. അവരുടെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ച് കൊടുക്കാനൊക്കെ പറ്റുന്നൊരു ടൈമായിരിക്കും ഇതെന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സുഖങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യം, അതുപോലെ തന്നെ നമ്മുടെ ഒരു ആരോഗ്യത്തിലൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ശരിയാക്കി എടുക്കാം. അതുപോലെ തന്നെ നമുക്ക് വീട്ടിലായാലും ഒരു അസ്വസ്ഥതയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ ഒന്ന് പയ്യെ ശരിയായി വരുന്ന അവസ്ഥ. നമ്മുടെ മൈൻഡിന് കുറച്ചൊരു കാറ്റ് കിട്ടുക, ഒരു സ്ട്രെങ്ത് കിട്ടുക, ഒരു കോൺഫിഡൻസ് കിട്ടുക, ഇതൊക്കെ കിട്ടുന്ന ഒരു ടൈമായിട്ട് നമുക്ക് വേണമെങ്കിൽ ശനിയുടെ വക്രകാലം പറയാം. അപ്പം എങ്ങനെയുണ്ട്? മൊത്തത്തിൽ നല്ലതാണോ പറയാൻ പറ്റില്ല. ഒരു ആവറേജാണ് ഈ ശനി വക്രം എന്ന് പറയുന്നത്. ഓക്കെ, വലിയ ദോഷങ്ങളൊന്നും വരാതെ നമ്മൾ എന്ത് ചെയ്യും? ഒന്ന് സപ്പോർട്ട് ചെയ്ത് നിൽക്കും. വ്യാഴം എന്ന് പറയുന്നത് 8-ാം ഭാവത്തിലാണ് നിൽക്കുക, നഷ്ടമത്തിലാണ് നിൽക്കുക അല്ലേ. നമ്മുടെ പൊതുവേ നോക്കിക്കഴിഞ്ഞാൽ ശനി നമുക്ക് 5-ലായിരുന്നു, അത്ര നല്ല സ്ഥാനത്തല്ലായിരുന്നു. എന്നാൽ വലിയ കുഴപ്പമില്ല, കാരണം അർദ്ധാശ്രമ ശനിയും കഴിഞ്ഞും ഭേദപ്പെട്ട അവസ്ഥയിലായിരുന്നു നിന്ന്. ശനിയുടെ വീഡിയോ പൂർണ്ണമായിട്ട് ഇട്ടുണ്ട്, കാണാത്തവർ കണ്ടോളൂ, അപ്പോൾ കുറച്ച് ഡീറ്റെയിൽ ആണ് മനസ്സിലാവും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ടൈം വരും നിങ്ങൾക്ക് ഒരു ആവറേജ് സമ്മിശ്ര ഫലമായിട്ടൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷെ എന്നിരുന്നാൽ പോലും നമ്മുടെ സ്വപ്നങ്ങളൊക്കെ യഥാർത്ഥമാക്കാൻ പറ്റുക. അതുപോലെ തന്നെ ഇതിനെ കൂടുതൽ ഈ ശനി നമുക്ക് കൂടുതലായിട്ട് കണക്ട് ചെയ്തേക്കണേ നമ്മുടെ ഹെൽത്തിൽ, സ്ട്രെങ്തിൽ, മൈൻഡിൽ, അതുപോലെ നമ്മുടെ കോൺഫിഡൻസിൽ, ഈ കാര്യങ്ങളിലൊക്കെയാണ് നമുക്കൊരു കൺഷൻ വന്നേക്കണേ. സോ ഇതിലൊക്കെ ഉണ്ടായിരുന്ന തടസ്സങ്ങളൊക്കെ നീക്കി നമുക്ക് നമുക്കതിനൊരു വരി കാട്ടുകയോ അല്ലെങ്കിൽ ഒരു വരി കിട്ടുകയൊക്കെ ചെയ്യുന്നൊരു സിറ്റുവേഷൻ ആയിരിക്കും ഇതെന്ന് പറയുന്നത്. അതുപോലെ നമുക്ക് കുറേ കുഴപ്പങ്ങൾ പിടിച്ച സാഹചര്യങ്ങളിൽ കുഴപ്പങ്ങളായ കുറേ കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനമായി കിട്ടുന്ന ടൈം കൂടിയാണ് ഇതെന്ന് പറയുന്നത് കേട്ടോ. മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു ആവറേജ് കാലമാണ് ഈ ഒരു 137 ദിവസം എന്ന് പറയാം. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എല്ലാ കാര്യങ്ങളും സന്തോഷമായിട്ട് ഹാപ്പിയായിട്ട് എന്ന് നോക്കി കാണും. നമ്മുടെ ജാതകത്തിൽ ശനി നല്ല പൊസിഷനാണ്, നല്ല പവറൊക്കെ ആണെങ്കിൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും. ഈ ശനി ജാതകത്തിൽ അത്രയും പോരെങ്കിൽ അതിനനുസരിച്ചുള്ള ചില ഇഷ്യൂസൊക്കെ നമുക്കും പേഴ്സണലി ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ് കേട്ടോ. എന്നിരുന്നാൽ പോലും നിങ്ങൾ എന്ത് ചെയ്യുക? ഹാപ്പിയായിട്ട് സന്തോഷമായിട്ട് സൽക്കർമ്മങ്ങൾ, സൽപ്രവൃത്തിയും സൽചിന്തയോടെയും മുന്നോട്ട് പോകാം കേട്ടോ. ഇത്രയൊക്കെയാണ് നമ്മുടെ രാശിഫലം, ലഗ്നഫലം എന്ന് പറയാം കേട്ടോ. അപ്പം നമ്മുടെ പേര് നക്ഷത്രം താരെ കമന്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന പ്രാർത്ഥനയിൽ നിങ്ങളുടെ പേര് നക്ഷത്രം കൂടി ഉൾപ്പെടുത്തുന്നതായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ
ഈ രാശിഫലം നിങ്ങൾ കേട്ടു. ഇപ്പൊ മേടത്തിന്റെ ആയാലും മീനത്തിന്റെ ആയാലും ഇടത്തിന്റെ ആയാലും നിങ്ങൾ രാശിഫലം കേട്ടു. രാശിഫലം മാത്രം കാണാതെ ലഗ്നഫലം കൂടെ എടുത്തു കാണാം. എന്ന് വെച്ചാൽ ഒരു വ്യക്തി ജനിക്കുന്ന മേടരാശിയിലാണ്, അവരുടെ ലഗ്നം എന്ന് പറയുന്ന മിഥുനമാണ്, അല്ലെ കർക്കിടകമാണ്, അല്ലെ മീനമാണ്, എന്തായാലും ആ ഫലവും കൂടെ എടുത്തു കാണാം. ഇനിയിപ്പോ ഒരാൾ ജനിച്ചത് അവരുടെ ചന്ദ്രനും ലഗ്നവും നിൽക്കുന്ന ഒരു രാശി തന്നെയാണെങ്കിൽ അവരൊരു വീഡിയോ ഉണ്ടാവും, നീ അല്ലാത്തവർ എന്ത് ചെയ്യുക, 2 വീഡിയോ കാണുക കേട്ടോ ഓരോരുത്തർ. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലായി. ഞാൻ പറയാൻ ലഗ്നം എന്ന് പറയുന്നത് നമ്മുടെ വിധിയാണ്, ചന്ദ്രൻ എന്ന് പറയുന്നത് നമ്മുടെ ഒരു എന്താണ് മനസ്സിന്റെ കാര്യത്തൊക്കെയാണ്. സോ മനസ്സ് റിലേറ്റഡ് ആയിട്ട് നമ്മുടെ ഒരു അവസ്ഥ, അപ്പൊ ഇത് രണ്ടോട് കമ്പൈൻ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. അതുകൊണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ലഗ്നഫലവും രാശിഫലവും കൂടി മനസ്സിലാവുന്ന രീതി തന്നെയാണ് ഞാൻ ഈ ഒരു വീഡിയോ പ്രിപ്പയർ ചെയ്തേക്കണം കേട്ടോ. അതുപോലെ തന്നെ ഇതില് നമ്മളെ ഈ ശനിയുടെ വക്രഫലം ഏതൊക്കെ രീതിയിലാണോ ബാധിക്കുന്നത് അതേ റിലേറ്റ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, അതില്ലാതെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ഇതിൽ ആഡൊന്നും ചെയ്തിട്ടില്ല. ഓക്കെ, നമുക്കിതിൽ ഏതൊക്കെ കാര്യങ്ങളാണോ നമുക്ക് കൺഷൻ കിട്ടുന്നത്, അല്ലെങ്കിൽ ഈ ശനി വക്രഫലം നമുക്ക് ഫലം പ്രദാനം ചെയ്യുന്നത് അത് മാത്രം റിലേറ്റഡ് ആയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ അറിയേണ്ടത് മാത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, പിന്നെ ശനി എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ജാതകത്തിൽ യോഗഗ്രഹമാണോ പാപഗ്രഹമാണോ, ശനിയുടെ പൊസിഷൻ എങ്ങനെയുണ്ട്, ഇതൊക്കെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മളിലെ ഒരു വ്യക്തിയിലേക്ക് ജീവിതത്തിലേക്ക് വരുമ്പോൾ അത് കൂടുതൽ വരുന്നത്. അപ്പം ഒരാൾക്ക് നെഗറ്റീവ് ഫലമാണ് നമ്മുടെ ഗോചരാളെങ്കിൽ, പക്ഷെ ജാതകത്തിൽ നല്ല സപ്പോർട്ടായി നിൽക്കെങ്കിൽ നമുക്ക് ആ നെഗറ്റീവ് എന്ത് ചെയ്യില്ല, അത്ര ഏക്കില്ല. ഓക്കെ, നമ്മുടെ ജാതകം പവർഫുൾ ആണ്, ജാതകം സ്ട്രോങ് ആയിട്ട് നിൽക്കണമെങ്കിൽ ജാതകത്തിൽ ഗ്രഹങ്ങളുടെ ബലം ഉണ്ടെങ്കിൽ എന്താണ്, ദശാനാഥൻ നല്ലതാണ്, ഇപ്പൊ നമുക്ക് നടക്കുന്ന അപഹാരം നല്ലതാണ്, ഇതൊക്കെ നല്ലതാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് നല്ല കാര്യങ്ങളിലേക്ക് അടുക്കുള്ളൂ. സോ നമ്മുടെ ജാതകമാണ് ഏറ്റവും പ്രധാനമായിട്ട് ഈ ഒരു ഫലങ്ങളൊക്കെ കാണുമ്പോൾ പ്രധാനമായിട്ട് നോക്കേണ്ടത്. സോ ഗോചാര മോശ സമയമാണ് അവിടുത്തെ ജാതകം, നമുക്ക് നല്ല സമയം പേടിക്കേണ്ട. ജാതകത്തിൽ മോശമാണ്, ഗോചരാലും മോശമാണെങ്കിലാണ് നമുക്ക് പേടിക്കേണ്ടത് കേട്ടോ. ഇതിന് പേടിക്കേണ്ടത് ആർക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ജാതകത്തിൽ ശനി അത്ര നല്ലതല്ലാത്ത പൊസിഷനിലല്ലാതെ നിൽക്കുന്നവർക്ക്, ശനിക്ക് എന്താണ് ശുഭഗ്രഹങ്ങൾ കൂടെ ഇല്ല, അല്ലെങ്കിൽ ശുഭഗ്രഹങ്ങളുടെ ദൃഷ്ടിയില്ല, അല്ലെങ്കിൽ ഒരു ശുഭനം ചേർന്നല്ല നിൽക്കുന്നത്, അങ്ങനെ ഒരു നെഗറ്റീവ് ഷെയ്ഡിലാണ് ശനി നിൽക്കുന്നത്, 8ലാണ് നിൽക്കണമെങ്കിൽ ഈ 8 നിൽക്കുന്ന എല്ലാവർക്കും 8 നിന്നോടത്ത് മോശമില്ല. ഓരോ രീതിയിൽ ജാതകം ഡീറ്റെയിൽ ആയിട്ട് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. സോ അങ്ങനെ നോക്കി ശനി മോശമാണെങ്കിൽ, ശനി നമുക്ക് അത്രയും പവറിലെല്ലാം നിൽക്കണം, നമുക്ക് നെഗറ്റീവ് ഷെയ്ഡിലാണ് നിൽക്കണമെങ്കിലാണ് നമുക്ക് ഗോചരാൾ നെഗറ്റീവ് ടൈം വരുമ്പോൾ നമ്മൾ കൂടുതൽ ടേക്ക് കെയർ ചെയ്യേണ്ടത് കേട്ടോ. പിന്നെ ശനിപ്രീതിക്കൊക്കെ ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യമാണ് എന്താണ്, ശനിയാഴ്ച വ്രതം എന്ന് പറയുന്നത്. അത് എങ്ങനെ എടുക്കണം, കൃത്യമായിട്ട് ശനിയാഴ്ച വ്രതം എങ്ങനെ എടുക്കണം, എങ്ങനെ ആചരിക്കണം എന്ന് നമ്മുടെ ചാനൽ ഇതിനു മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാത്തവർ ജസ്റ്റ് നമ്മുടെ പ്ലേലിസ്റ്റിൽ പോയി വ്രതങ്ങൾ എന്ന പ്ലേലിസ്റ്റ് നോക്കിയാൽ കാണാൻ പറ്റുന്നതായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ പുതിയ ബാച്ചിനെ കുറിച്ച് പറഞ്ഞു അല്ലെ, അതിനു മുമ്പ് നമ്മുടെ കമ്മ്യൂണിറ്റി നമുക്കറിയാം, പവേഴ്സ് ക്ലബ് എന്ന് പറഞ്ഞ കമ്മ്യൂണിറ്റി ഉണ്ട്, നമുക്ക് ഒരു കൂട്ടായ്മ ഗ്രൂപ്പ് ഉണ്ട്, വാട്സപ്പ് കൂട്ടായ്മ. അത് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താരെ ഞാൻ ലിങ്ക് കൊടുത്തേക്ക്, അത് ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ. നമ്മളതിൽ മില്ലിയൻ സക്സസ് മന്ത്രയുടെ റെക്കോർഡർ ബാച്ച് നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട്. സോ അതിന്റെ കാര്യങ്ങളൊന്നും ഇതുവരെ റെക്കോർഡ് സെറ്റ് ചെയ്തിട്ടില്ല, കാരണം എന്റെ ടൈം ഞാൻ പറഞ്ഞില്ല, അതുകൊണ്ടാണ് വീഡിയോയ്ക്ക് ഡിലേസ് ഒക്കെ വന്നത്. സോ നമുക്ക് ആ ഒരു കറക്റ്റ് ടൈമിൽ ഞാൻ വീഡിയോ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞ് സെറ്റാക്കി നമുക്ക് കോഴ്സ് ലോഞ്ച് ആക്കാവുന്ന രീതിയിലായി കഴിയുമ്പോൾ ഞാൻ നിങ്ങളെ അറിയിക്കും, ആ ഗ്രൂപ്പിലേക്ക് അത് അറിയിക്കാം. സോ അതുകൊണ്ട് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം കേട്ടോ. മില്ലിയൻ സക്സസ് മറ്റു അനവധി വെബിനാർസ് ഉണ്ടാവും, പക്ഷെ ഓഡിയോ ഉണ്ടാവില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ നമ്മൾ പുതിയൊരു ബാച്ച് തുടങ്ങുകയാണ്. അപ്പം നമ്മുടെ കഴിഞ്ഞ ബാച്ചിലൊക്കെ പറ്റാത്തവർക്കും, അതുപോലെ തന്നെ ഈ പുതിയ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ജോയിൻ ചെയ്യാൻ വേണ്ടി എന്താണ് ചെയ്യേണ്ടത് വെച്ചാൽ നമ്മുടെ ഈ പവേഴ്സ് ക്ലബ് എന്ന് പറഞ്ഞ കൂട്ടായ്മയിൽ തന്നെ ജോയിൻ ചെയ്തോളൂ. നമുക്ക് ദോളകശാസ്ത്രം പഠിക്കാൻ താല്പര്യമുള്ളവർക്കാണ് ഇത്തവണ നമ്മൾ പുതിയ ബാച്ച് ദോളകശാസ്ത്രം തന്നെയാണ്. സോ അത് പഠിക്കാൻ താല്പര്യമുള്ളവർ ഈ പവേഴ്സ് ക്ലബിൽ തന്നെ ജോയിൻ ചെയ്തോളൂ. കോഴ്സിന് ഡീറ്റെയിൽസ്, ഒരു ഫ്രീ വെബിനാർ, ഇതൊക്കെ നമുക്ക് നെക്സ്റ്റ് മന്തിൽ ഉണ്ടാവും. ഓക്കെ, ഇപ്പൊ ജൂലൈ മാസമല്ല, അപ്പം ഓഗസ്റ്റ് മാസത്തിൽ ഒരു ഫ്രീ വെബിനാർ ഉണ്ടാവും. സോ അതിൽ നമ്മൾ ആ ഒരു കോഴ്സിനെ കുറിച്ച് ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യം ഉണ്ടാവും. ഡേറ്റ് മുൻകൂട്ടി പറയുന്നില്ല, കാരണം അത് കറക്റ്റായിട്ട് ഷെഡ്യൂൾ ആയിട്ടില്ല. സോ അത് ആ ഗ്രൂപ്പിൽ അതിന്റെ കാര്യങ്ങളൊക്കെ അറിയാം. അപ്പൊ അതിന്റെ കോഴ്സിന്റെ ഡീറ്റെയിൽസ് ഒക്കെ വിശദമായിട്ട്, കാരണം വീഡിയോ ചെയ്യുമ്പോൾ കൂടുതൽ ലെങ്ത് ആയി പോകില്ലേ. സോ അതുകൊണ്ട് അത് വേണ്ടാന്ന് വെച്ചിരിക്കുന്നു കേട്ടോ. അപ്പം അത് ചെയ്യാൻ ദോളകശാസ്ത്രം പഠിക്കാൻ താല്പര്യമുള്ള അത് ഈ തവണ നമ്മൾ സെറ്റ് ചെയ്താലും ഒരു മന്ത്ലി പ്ലാൻ ആയിട്ടാണ്. അപ്പൊ ഒന്നിച്ചൊരു എമൗണ്ട് അടിക്കാൻ ഇല്ലാത്തവർക്ക് മന്ത്ലി അടിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാറുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഇതിനു മുമ്പുള്ള ഒരു ബാച്ചസിലും ഒരു കോഴ്സിലും നമ്മൾ മന്ത്ലി പ്ലാൻ സെറ്റ് ചെയ്തിട്ടില്ലായിരുന്നു. പക്ഷെ ഇത് കുറെ ആളുകൾ ചോദിക്കുന്നതുകൊണ്ട് നമ്മൾ ഈ ടൈം സെറ്റ് ചെയ്തപ്പോൾ ഒരു മന്ത്ലി പ്ലാൻ വെച്ചാണ് സെറ്റ് ചെയ്തേക്കുന്നത്. സോ മന്ത്ലി ആയിരിക്കും അതിന്റെ ചാർജ് വരിക എന്ന് പറയാം കേട്ടോ. കോഴ്സിന് മുമ്പായിട്ട് ഫീസ് അടിച്ച് ആ മാസത്തെ ഫീസ് അടിച്ചിട്ട് ആ കോഴ്സിൽ ജോയിൻ ചെയ്ത് ആ ഒരു രീതിയിലായിരിക്കും നമ്മൾ ഈ തവണ സെറ്റ് ചെയ്തേക്കുന്ന പേയ്മെന്റ് ഒക്കെ. അപ്പൊ അതിന്റെ കൂടുതൽ വിശദമായിട്ട് കയറി നമ്മുടെ ഗ്രൂപ്പിൽ പവേഴ്സ് ക്ലബിൽ അതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളൂ ഈ താഴെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തങ്ങനെ ഗ്രൂപ്പ് ലിങ്ക് ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പൊ മറ്റൊരു ദിവസം മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം.